ചോദ്യപേപ്പർ ചോർച്ച കേസിൽ MS സൊല്യൂഷൻ CEO ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. ഷുഹൈബിന്റെ സത്യവാങ്മൂലവും കസ്റ്റഡി അപേക്ഷയും നാളെ സമർപ്പിക്കും. താമരശ്ശേരി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പരിഗണിച്ചത്. നാസറിന്റെ ജാമ്യാപേക്ഷയും നാളെ പരിഗണിക്കും. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് തയ്യാറെടുക്കുകയാണ്. 2024 ഓണപരീക്ഷയിലും ചോദ്യപേപ്പർ ചോർന്നിരുന്നു. അതിലേക്കും അന്വേഷണം ഇനിയുണ്ടാവില്ല. കേസിലെ 2ാം പ്രതിയായ അധ്യാപകന്റെ മൊഴിയിൽ നിർണായക സൂചന ലഭിച്ചുവെന്നാണ് വിവരം. അതേസമയം മലപ്പുറം സ്വദേശിയായ എയ്ഡഡ് സ്കൂൾ അധ്യാപകനെ നോട്ടീസ് നൽകിയിട്ടും ചോദ്യം ചെയ്തിട്ടുമില്ല. കേസിലാകെയുള്ളത് 4 പ്രതികളാണ്. MS സൊല്യൂഷന്റെ ഉടമയായിട്ടുള്ള ഷുഹൈബ് ഫഹദ്, ജിഷ്ണു, 4ാം പ്രതിയായ പ്യൂൺ അബ്ദുൾ നാസർ എന്നിവരാണ് പ്രധാന പ്രതികൾ. MS സൊല്യൂഷനെ സമാനമായി മറ്റ് ചില ഏജൻസികൾ കൂടിയുണ്ട്. അവരും സമാനമായ രീതിയിൽ വർഷങ്ങളായി ചോദ്യപേപ്പറുകൾ പ്രവചിച്ചിരുന്നു. അതിലേക്കും ഇനി അന്വേഷണം പോകുന്നില്ല. അതുകൊണ്ട് തന്നെ സമഗ്രമായൊരു അന്വേഷണം ഇനി ഇതിന്റെ പേരിൽ ഉണ്ടാവില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആരോപണവും ആക്ഷേപവും ഉയർന്ന 2024 ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് മാത്രം അന്വേഷണം നടത്തി ഇപ്പോൾ നിലവിലുള്ള പ്രതികളെ ഉൾപ്പെടുത്തി കുറ്റപത്രം സമർപ്പിച്ച് അന്വേഷണം അവസാനിപ്പിക്കാനുള്ള തീരുമാനമാണ് നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 3 പാദവാർഷിക പരീക്ഷകളിലായി പൊതുവിദ്യാലയങ്ങളിലെ ചോദ്യപേപ്പർ MS സൊല്യൂഷൻസ് ചോർത്തി യൂട്യൂബ് ചാനലിലൂടെ നൽകിയിരുന്നതായി വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തിയിരുന്നു. 2017 ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. 2024 മാർച്ച് മാസത്തിലെ SSLC പരീക്ഷയുടെയും ഓണം ക്രിസ്മസ് പരീക്ഷകളുടെയും സമയത്ത് കാഴ്ചക്കാരുടെ എണ്ണം വീണ്ടും കൂടി. യൂട്യൂബ് ചാനലിന്റെ ഓഫീസുള്ള കൊടുവള്ളി മേഖലയിൽ കഴിഞ്ഞ ഓണപരീക്ഷയ്ക്ക് കുട്ടികൾ വ്യാപകമായി കോപ്പിയടിച്ചത് കണ്ടെത്തിയിരുന്നു. യൂട്യൂബിൽ നിന്ന് കിട്ടിയ ചോദ്യങ്ങൾക്ക് കുട്ടികൾ ഉത്തരം തയ്യാറാക്കി കൊണ്ടുവരികയായിരുന്നു. പരാതിയിൽ കൊടുവള്ളി AEO അന്വേഷണം നടത്തുകയും താമരശ്ശേരി DEO മുഖേന പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ വിവരം ധരിപ്പിക്കുകയും ചെയ്തിരുന്നു.